ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ OMC ടെക് ട്രാവൽസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സാംസങ്ങിൻ്റെ F സീരീസിൽ വന്ന ആദ്യമായിട്ട് അവർ ഇറക്കിയ ഫോണാണ്. നമുക്ക് നേരെ അത് അൺബോക്സിങ്ങിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്ലിപ്കാർട്ടിലാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത്. ബിഗ് ബില്യൺ സെയിൽ. നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത പാട് ബില്ലാണ് 14,268 രൂപ. നമ്മളെടുത്ത വേരിയൻറ്റ് 6GB 128GB വേരിയൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. സാംസങ് F41. നേരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇതാണ് ഫോൺ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ആദ്യം. ഇജക്ടർ ടൂൾ, ബ്രൗഷർ, ബോക്സിൻ്റെ ഉള്ളിൽ സി ടൈപ്പ് USB കേബിൾ, 15 വാട്ട് ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററാണ് ഇതിൻ്റെ കൂടെ തന്നിട്ടുള്ളത്. ഇത് ഹോൾഡ് ചെയ്യാൻ എളുപ്പമുള്ളൊരു മോഡൽ തന്നെയാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് 6.4 ഇഞ്ച് മാത്രമാണ്. നമുക്കിതിൻ്റെ വെയിറ്റ് ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 190 ഗ്രാം. ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് നോക്കാം. ജസ്റ്റ് ഓൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.4 ഇഞ്ചാണ്. റെസൊല്യൂഷൻ 2340x1080 പിക്സലാണ്. ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഫോൺ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഫിംഗർ സെൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റ് തന്നെയാണ് ഫിംഗർ സെൻസർ വരുന്നത്. ഈ ഫോണിൻ്റെ സെൻസർ, ഫിംഗർ പ്രിൻറ്റ് സെൻസർ കുറച്ച് മുകളിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ അടിഭാഗത്ത് നോക്കാം. 3.5 ഓഡിയോ ജാക്ക് പോർട്ടുണ്ട്. USB C ടൈപ്പ് കേബിൾ പോർട്ട്, പിന്നെ സ്പീക്കർ, മൈക്ക്, ഇത്രയാണ് താഴ്ഭാഗത്തുള്ളത്. ഇതിൻ്റെ സൈഡിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് വരുന്നത് സ്ക്രീൻ ലോക്ക് ചെയ്യുന്നൊരു കീ, വോളിയം ബട്ടൺ കീ. ലെഫ്റ്റ് സൈഡിലുള്ളത് സിം ട്രേ ആണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൂടെ ഉണ്ട്. ഇതിൻ്റെ സിം ട്രേ ഒന്ന് എടുത്ത് നോക്കാം. 2 സിമ്മും ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും കൂടെ ഉണ്ട് ഇതിന്. ഇതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഡിസൈൻ ഉള്ളത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഡയഗണലി ഡിസൈൻ, അതൊരു പുതിയ ഡിസൈനായിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്.
ഇതിൻ്റെ കേസ് വരുന്നത് പ്ലാസ്റ്റിക് കേസാണ്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ഇവിടെ ആയിട്ട് 3 ക്യാമറയും കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലാഷ് ലൈറ്റും. ഈ 3 ക്യാമറയിൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയാണുള്ളത്. 5 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് സെൻസറും കൂടിയിട്ടുള്ളൊരു ക്യാമറ സെറ്റപ്പാണ് ഇതിനുള്ളത്. ഒരു ഫ്ലാഷ് ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ സെൽഫി സെറ്റപ്പാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതിവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇൻഫിനിറ്റി യു നോച്ച് ഡിസ്പ്ലേയിലാണ്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് 6000 mAh ബാറ്ററിയാണ്. ഇത്രയും 190 ഗ്രാം വെയ്റ്റിൽ 6000 mAh ബാറ്ററി എന്ന് പറഞ്ഞാലൊരു നല്ല സെറ്റപ്പ് തന്നെയാണ്. അധികം വെയ്റ്റില്ലാതെ തന്നെയാണ് ഇവരിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് എക്സിനോസ് ഒക്ടാ-കോർ പ്രൊസസ്സറാണ് ഇതിന് വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ സ്നാപ്ഡ്രാഗണിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാത്തത് ഇതിലെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് 10 തന്നെയാണുള്ളത്. ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് നോക്കാം. നെറ്റ്വർക്ക് വരുന്നത് 4G സപ്പോർട്ടഡ് ആണ്. 5G ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബ്ലൂടൂത്ത് 5.0 വേർഷനാണുള്ളത്. വൈഫൈ കണക്ടിവിറ്റി, വൈഫൈ ഹോട്ട്സ്പോട്ട്, USB കണക്ടിവിറ്റി ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് നോർമൽ തന്നെയാണ് വരുന്നത്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിനുള്ളൂ. ഇപ്പോഴും 90, 120 വരാൻ തുടങ്ങി. ഈ ഇറക്കിയ സീരീസിൽ 60 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വളരെ ഫാസ്റ്റ് തന്നെയാണ്. എന്നാൽ ഫേസ് അൺലോക്ക് കുറച്ചൊരു സ്ലോ ആണ്. ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ബാറ്ററി തന്നെയാണ്. 6000 mAh ബാറ്ററി, AMOLED ഡിസ്പ്ലേ. ബേസ് വേരിയൻറ്റ് ഫോണിന് തന്നെ 6GB റാം വരുന്നുണ്ട്. നമ്മളിവിടെ പർച്ചേസ് ചെയ്തത് 6GB 128GB ആണ്. ഇത് നമുക്ക് കിട്ടിയത് 14,268 രൂപക്കാണ്. പിന്നെ ഇതിന് ക്യാമറ സെറ്റപ്പും കൂടി 64, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറയും സെക്കൻഡറി 32 മെഗാ പിക്സലിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറയും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്സ്. ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ഇതിൻ്റെ സ്റ്റൈല് ഒരു ഓൾഡ് സ്റ്റൈൽ തന്നെയാണ്. പിന്നെ ഈ ഫ്രണ്ടിലുള്ള ക്യാമറ പഞ്ച് ഹോൾ ആയിരുന്നതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ബാക്കിൽ നിന്ന് മാറിയിട്ട് സൈഡിലോ ഇൻ ഡിസ്പ്ലേയിലോ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. പിന്നെ ഒരു പോരായ്മയായിട്ട് വരുന്നത് ഇതിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇതിൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുള്ളത് 15 വാട്ട് ഫാസ്റ്റ് ചാർജറാണ്. ഇപ്പോഴിറങ്ങുന്ന ഫോണിന് 27, 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ഉണ്ട്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തന്നെ. ഈ 15 വാട്ട് ആയതുകൊണ്ട് നമുക്കിതൊരു 90 മിനിറ്റെങ്കിലും മിനിമം വേണ്ടി വരും ഈ 6000 mAh ബാറ്ററി ഫുള്ള് ചാർജ് ആവാൻ വേണ്ടിയിട്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഫോണിന് വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. നമുക്കിതിവിടെ ലഭ്യമായിട്ടുള്ളത് 6GB 128GB ഇൻറ്റർണൽ മെമ്മറി ഉള്ള ഫോണിന് 14,268 രൂപയാണ്. 15,000 ബിലോ റേഞ്ചിൽ വരുന്ന ഫോണിൽ ഏറ്റവും നല്ല ഫോണായിട്ട് തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കാം. ഇനി നമുക്കിതിൻ്റെ ഫോട്ടോസും വീഡിയോസും കുറച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇത്രയാണ് നമ്മുടെ ഈ സാംസങ്ങിൻ്റെ പുതിയ സീരീസിലുള്ള ഫോണിൻ്റെ വിശേഷങ്ങൾ. ഇതിന് ഞാൻ കൊടുക്കുന്നത് റേറ്റിംഗ് 4 സ്റ്റാറാണ്. നിങ്ങളിത് 15,000-ന് താഴെയുള്ള ഫോൺ നോക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ തന്നെയാണിത്. ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർ ഒക്ടോബർ 22-ന് മുമ്പ് തന്നെ വാങ്ങിയതായിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് ഈ ലോഞ്ചിങ് ഓഫർ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.